എക്സ്റ്റൻഷൻ ബോക്സ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കോഡ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്റ്റൻഷൻ ബോക്സ് വേണം. നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എങ്ങനെ വാങ്ങാം, എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട പല ആളുകളും ഇതിൽ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി ആയിരിക്കും ഈ വീഡിയോ. ഒരു എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ശരാശരി എന്തൊക്കെ റിസ്കുകൾ അതിൻ്റെ അകത്തുണ്ട്, ആ റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ Shishiram Engineering Service. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ എല്ലാവരും എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പിന്ന് 2 പിൻ ആവാം, നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സോ 3 പിൻ ആയിരിക്കാം. 3 പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ്, ഒരു ന്യൂട്രൽ, ഒരു എർത്ത്. എക്സ്റ്റൻഷൻ ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 3 പിന്നുള്ള എക്സ്റ്റൻഷൻ ബോക്സിനെ ഡെഫിനറ്റ് ആയിട്ടും സെലക്ട് ചെയ്യണം. അതായത് ഫേസും ന്യൂട്രലും എർത്തും കൂടിയുള്ള എക്സ്റ്റൻഷൻ ബോക്സ്. ഇത്തരം എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും എർത്ത് പിൻ ഊരി വെച്ച് 2 പിൻ സോക്കറ്റിൽ കുത്തി യൂസ് ചെയ്യാൻ പാടില്ല. ഇത് വളരെ തെറ്റായ ഒരു രീതിയാണ്. ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്യുപ്മെന്റ്സിലും മറ്റും എർത്ത് വരുന്നില്ല. അതേപോലെ തന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു ലീക്കേജ് ഉണ്ടായാൽ നമുക്ക് എർത്തിലേക്ക് പോകാതെ തന്നെ അത് നമ്മുടെ ശരീരത്തിലൂടെ ഇറങ്ങി നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മൾ കാണാവുന്നതാണ് എക്സ്റ്റൻഷൻ ബോക്സിന്റെ ലെങ്ത് കൂടി ഒരു എക്സ്റ്റൻഷൻ ബോക്സിൽ നിന്ന് മറ്റേ എക്സ്റ്റൻഷൻ ബോക്സ് കണക്ട് ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്തിട്ട് എത്തിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു ടെമ്പററി അത്യാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് അറിയില്ല, ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ബോക്സിന് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റോ മറ്റോ ഉണ്ടായാൽ മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത് കൂടും, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. അതേപോലെ തന്നെ കേബിൾ ഡാമേജ് ആവാനും ഹീറ്റ് ആവാനും അങ്ങനെയുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുന്ന ഒരു രീതി വളരെ തെറ്റായ രീതിയാണ്, അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഓവർലോഡിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ബോക്സ് കരിയാനും അതിൻ്റെ പ്ലഗ് കുത്തുന്ന സ്ഥലം ഉരുകി പോകുന്നതൊക്കെ. ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെ റേറ്റഡ് വാട്ടേജിനെക്കാട്ടും മുകളിൽ യൂസ് ചെയ്യുമ്പോഴാണ്. ചിലപ്പോൾ നമുക്കറിയാം വളരെ ചെറിയ ലോഡ് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേങ്കിൽ അത് ഉരുകി തുടങ്ങുന്നു. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിന്റ് ചെയ്ത റേറ്റഡ് വാട്ടേജിനെക്കാട്ടും ചീപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഈ ഹീറ്റ് താങ്ങാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ല കമ്പനിയുടെ ബ്രാൻഡഡ് സാധനം വാങ്ങിയാൽ തന്നെ അതിൻ്റെ അകത്ത് ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ബേണിങ്ങും ഉരുകലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ റേറ്റഡ് വാട്ടേജിൻ്റെ മുകളിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇവിടെ സംഭവിക്കുന്ന ആദ്യം ബേണിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കുമെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്നും അത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഫയർ ആണ് അവിടെ ഉണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം എക്യുപ്മെന്റുകൾ ഓവർലോഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് ഇതിന്റെ കേബിളും മറ്റും അറേഞ്ച് ചെയ്ത് വെക്കുക. ഒരു കാരണവശാലും ഇതിനെ നമുക്ക് കവറപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് അടിച്ചിട്ടോ ആണി വെച്ചിട്ടോ അടിച്ച് അമർത്തി വെക്കാൻ പാടില്ല. പക്ഷേങ്കിൽ വളരെ വ്യക്തമായിട്ട് കേബിൾ ടൈ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഔട്ട്സൈഡ് ഏരിയയിൽ നമുക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ ബോക്സ് ഇൻസൈഡിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണെങ്കിൽ അത് ഇൻഡോറിൽ മാത്രം യൂസ് ചെയ്യുക. ഔട്ട്സൈഡിലേക്ക് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഔട്ട്ഡോർ സ്പെക്കുള്ള എക്സ്റ്റൻഷൻ ബോക്സ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിൽ ഡസ്റ്റും മഴയും മറ്റും ചെയ്ത് ഷോർട്ട് സർക്യൂട്ടും അതേപോലെ തന്നെ എർത്ത് ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയുള്ള ഒരു പ്രവണതയാണ് എക്സ്റ്റൻഷൻ ബോക്സ് ഫർണിച്ചറിന്റെ ഇടയിൽ അല്ലെങ്കിൽ കാർപ്പറ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ ബെഡിന്റെ അടിയിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇത് ഒരു തെറ്റായ ഒരു പരിപാടിയാണ്. ഇത് നമ്മൾ അതിനെ വൃത്തിയായി ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള കാര്യം ശരി തന്നെ, പക്ഷേ ഇതിൻ്റെ അത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് മര്യാദയ്ക്ക് പുറത്തു പോകാതെ കൊണ്ട് തന്നെ ഇത് ഹീറ്റപ്പ് ആയിട്ട് ഭാവിയിൽ അത് ഷോർട്ട് സർക്യൂട്ടോ ഫയറോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ മൊത്തം കവേർഡ് ചെയ്ത് വെക്കാണ്ട് അതിനെ ഒരു വായു സഞ്ചാരമുള്ള രീതിയിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ കോഡ് നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എക്സ്റ്റൻഷൻ കോഡിന്റെ വയർ ഇങ്ങനെ ചുറ്റി കളിക്കുക വെറുതെ ഇരിക്കുമ്പോൾ, അതേപോലെ തന്നെ പവേർഡ് ആയിരിക്കുമ്പോൾ തന്നെ അതിനെ മടക്കി ഒടുക്കി സമയം കളയുക. ഇത് വളരെ തെറ്റായ രീതിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇന്റേണൽ കേബിൾസ് ഡാമേജ് ആവാനും
അതിലൂടെ ഷോക്ക് ഏൽക്കാനും അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എക്സ്റ്റൻഷൻ ബോക്സ് വീടുകളിൽ യൂസ് ചെയ്യുമ്പോൾ അൺയൂസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ബോക്സുകൾ ഉണ്ടെങ്കിൽ അതിനെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് കവേർഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അൺയൂസ്ഡ് ആയിട്ടുള്ള പ്ലഗുകൾ ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ലോ ക്വാളിറ്റി എക്സ്റ്റൻഷൻ ബോക്സുകൾ ഇതിന് ക്ലോസ് ചെയ്യാനുള്ള ഷട്ടർ ഇല്ലാതെയും അതിൽ കുട്ടികൾ കയ്യോ മറ്റ് എക്യുപ്മെന്റോ ഇട്ടിട്ട് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അതിന്റെ വയർ പിടിച്ച് വലിച്ച് റിമൂവ് ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ട് പ്ലഗ് പിടിച്ച് വലിച്ചിട്ട് വേണം റിമൂവ് ചെയ്യാൻ. വയർ പിടിച്ച് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ വയർ ഇന്റേണലി ബ്രേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എക്സ്റ്റൻഷൻ ബോക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് ലൂസ് കണക്ഷൻ മൂലമാണ്. അത് തന്നെ എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യും, ഒരു പ്ലഗ് ഹാഫ് ഓപ്പൺ ആയി നിൽക്കുമ്പോൾ അതിലൂടെ ഷോർട്ട് സർക്യൂട്ടും മറ്റും കാരണങ്ങളാൽ ഫയർ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൂടാതെ തന്നെ ഇങ്ങനെ എക്സ്റ്റൻഷൻ ബോക്സ് അലക്ഷ്യമായിട്ട് ഇടുമ്പോൾ ഡസ്റ്റ് അതേപോലെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള മറ്റ് എക്യുപ്മെന്റ്, വാട്ടർ അല്ലെങ്കിൽ റെയിൻ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇതും ഒരു ഷോർട്ട് സർക്യൂട്ടും ആക്സിഡന്റും ഉണ്ടാവാനുള്ള കേസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്, വളരെ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് എപ്പോഴും ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നിങ്ങളൊരു പുതിയ വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക്കൽ ഡിസൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.